ഹലോ വെൽക്കം ടു Xylem ലേണിംഗ്. അപ്പോൾ ക്ലാസ് 6 CBSE കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ Xylem പുതിയ ചാനൽ തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ അറിഞ്ഞിട്ടില്ലാത്ത കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ക്ലാസ്സിലുള്ള ഫ്രണ്ട്സിനും ബാക്കിയുള്ളവർക്കും ഒക്കെ ഷെയർ ചെയ്യുക. അതേപോലെ ഇതേപോലെയുള്ള നമുക്ക് കുറേ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ഇനിയും നമുക്ക് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാലാണ് നമുക്ക് വീഡിയോസ് ഒക്കെ മിസ്സാവാണ്ട് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ ഈ Xylemത്തിന്റെ ഈ ഒരു ചാനലിൽ കൂടെ നിങ്ങൾക്ക് തികച്ചും ഫ്രീ ആയിട്ട് നമുക്ക് എല്ലാ സബ്ജക്ട്സിന്റെയും നമുക്ക് ചാപ്റ്റേഴ്സും കണ്ടന്റ്സും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് ഏത് ക്ലാസ് ആണ് വേണ്ടത് എന്നുള്ളത് നിങ്ങൾ താഴെ നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്താൽ അത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇത്രയും കാര്യം മാത്രം ചെയ്താൽ മതി. നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുക ആൻഡ് നിങ്ങൾ മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഓക്കെ അല്ലേ? അപ്പൊ മക്കളെ, ഗെറ്റിംഗ് ടു നോ പ്ലാന്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷൻ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോയുടെ ആദ്യം തൊട്ട് അവസാനം വരെ കാണുക. കാരണം എക്സാമിന് ചോദിക്കുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷൻ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഈ ചാപ്റ്ററിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, ഗെറ്റിംഗ് ടു നോ പ്ലാന്റ്സ് അല്ലെ. അപ്പൊ ഇവിടുത്തെ താരം ആരാണ്, ഇവിടുത്തെ സ്റ്റാർ ആരാണ്? നമ്മുടെ പ്ലാന്റ്സ് ആണ്. പ്ലാന്റ്സിനെ പറ്റിയിട്ടാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ മൊത്തത്തിൽ ആദ്യം തൊട്ട് അവസാനം വരെ പഠിക്കുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് ഈ പ്ലാന്റ്സ് ഇത്ര ഇമ്പോർട്ടന്റ് ആവുന്നത്? വൈ പ്ലാന്റ്സ് ആർ സോ ഇമ്പോർട്ടന്റ്? എന്തുകൊണ്ടാണ് പ്ലാന്റ്സ് ഇത്ര ഇമ്പോർട്ടന്റ് ആണെന്ന് പറയുന്നത്? നമുക്കറിയാം, നമുക്ക് മൊത്തത്തിലുള്ള നമ്മുടെ ഈ എർത്ത്, നമ്മുടെ ഈ പ്ലാനറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാല് മൊത്തത്തില് കുറേ പോപ്പുലേഷൻ ഉണ്ട് അല്ലെ, കുറേ ജീവജാലങ്ങൾ ഉണ്ട് അല്ലെ. നമ്മൾ ഹ്യൂമൻ ബീങ്സ് ഉണ്ട് അല്ലെ, ഹ്യൂമൻസ് ഉണ്ട്, അതുപോലെ തന്നെ ആനിമൽസ് ഉണ്ട്, പ്ലാന്റ്സ് ഉണ്ട് അല്ലെ. നമ്മുടെ ഈ എർത്തില് ഹ്യൂമൻസ് ഉണ്ട്, ആനിമൽസ് ഉണ്ട്, പ്ലാന്റ്സ് ഉണ്ട്. അപ്പൊ നമ്മൾ ഹ്യൂമൻ ബീങ്സിന്റെ പോപ്പുലേഷൻ എത്രയാണെന്നറിയോ? ഏകദേശം 8 ബില്യണോളം ആരാണ് നമ്മൾ ഹ്യൂമൻ ബീങ്സ് ആണ് അല്ലെ. അപ്പോൾ നമ്മുടെ മൊത്തത്തിലുള്ള പോപ്പുലേഷനിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഹ്യൂമൻ ബീങ്സ് ആണോ അതോ പ്ലാന്റ്സ് ആണോ? നിങ്ങൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾ എന്ത് ആൻസർ പറയും? 8 ബില്യണോളം ഹ്യൂമൻ ബീങ്സ് ഉണ്ട്. അപ്പൊ ഹ്യൂമൻ ബീങ്സ് ആണോ പ്ലാന്റ്സ് ആണോ അല്ലെ ആനിമൽസ് ആണോ ഏറ്റവും കൂടുതലുള്ളത്? നമ്മുടെ മൊത്തത്തിലുള്ള ഗ്ലോബൽ പോപ്പുലേഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഹ്യൂമൻസും ആനിമൽസും കൂടെ കൂട്ടിയാൽ 0.0% ആണ് ഉണ്ടാവുക. ഓക്കെ, 0.0% ആണ് നമ്മൾ ഹ്യൂമൻ ബീങ്സും പിന്നെ പ്ലസ് ആനിമൽസ് എല്ലാത്തിനെയും കൂടെ എടുത്ത് നോക്കിയാൽ ഉണ്ടാവുക ഗ്ലോബൽ പോപ്പുലേഷനിൽ. എന്നാൽ പ്ലാന്റ്സ് എത്ര ഉണ്ടാവും എന്നറിയൂ? 82%. 82% ആരാണ്? നമ്മുടെ പ്ലാന്റ്സ് ആണ്. അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് പ്ലാന്റ്സിന്റെ ഇമ്പോർട്ടൻസ് അല്ലെ. നമ്മൾ ചുറ്റി ഇറങ്ങി നോക്കിക്കഴിഞ്ഞാല് ഇപ്പൊ നമ്മൾ വീടിന് വെളിയിലേക്ക് ഇറങ്ങുന്നു അല്ലെ, നമ്മുടെ വീടിന്റെ വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ ഏതെങ്കിലും മനുഷ്യന്മാരെയോ അല്ലെങ്കിൽ ആനിമൽസിനെയോ കണ്ടില്ല എന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും എവിടെയെങ്കിലും ഒരു ചെടിയോ ഒരു പച്ചപ്പോ ഒരു പുൽനാമ്പോ നമ്മൾ കണ്ടിരിക്കും അല്ലെ. കാരണം എന്താ, നമ്മുടെ വീട്ടിൽ ഗാർഡൻ ഒക്കെ ഉണ്ടാവുമായിരിക്കും. അപ്പൊ ഈ ഗാർഡനിൽ തന്നെ എന്തെങ്കിലും ചെടികൾ ഉണ്ടാവും. നമ്മുടെ വീട്ടിൽ നിന്ന് അമ്മമാരൊക്കെ ഏതെങ്കിലും വീട്ടിൽ പോയി നല്ല നല്ല ചെടികളൊക്കെ കണ്ടുവച്ച് അവിടെ നടിച്ചു മാറ്റി നമ്മുടെ വീട്ടിലൊക്കെ കൊണ്ടുവന്ന് വെക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടില് ഗാർഡൻസ് ഉണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ എന്താണ്, വലിയ വലിയ മരങ്ങൾ ഉണ്ടാവും അല്ലെ. തെങ്ങ്, പ്ലാവ്, അതുപോലെ തന്നെ മാവ്, ഇതുപോലെ കുറേ അധികം മരങ്ങൾ നമ്മുടെ പറമ്പിലൊക്കെ കാണും. ഇനി നമ്മുടെ വീടിന് പുറത്തേക്ക് ഇറങ്ങി നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റുവട്ടത്തെല്ലാം ഇതുപോലെ എന്താണ്, നിറയെ പ്ലാന്റ്സിനെ കാണാൻ പറ്റും. ഇനി വേണ്ട, നമ്മളൊരു കാട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് പേരറിയാത്ത തരത്തിലുള്ള കുറേ അധികം മരങ്ങൾ എവിടെ കാണും? നമ്മുടെ ഈ കാട്ടിൽ കാണും അല്ലെ. അപ്പൊ വലിയ വലിയ മരങ്ങൾ മാത്രമാണോ കാട്ടിലുള്ളത്? ആണോ? അല്ല, ചെറിയ ചെറിയ വലിയ വലിയ മരങ്ങൾ ഉണ്ടാവും. അതുപോലെ തന്നെ എന്താണ്, ചെറിയ ചെറിയ പ്ലാന്റ്സ് ഉണ്ടാവും, ചെറിയ ചെറിയ മരങ്ങൾ ഉണ്ടാവും. എന്താണ്, വലിയ ട്രീസ് ഉണ്ടാവും. പിന്നെ എന്താ, നമുക്ക് ഷ്രബ്സ് ഉണ്ടാവും. ഓക്കെ, ഷ്രബ്സ് ഉണ്ടാവും, ഹെർബ്സ് ഉണ്ടാവും. എന്താണ് ഈ ഷ്രബ്സും ഹെർബ്സും തമ്മിലുള്ള വ്യത്യാസം? ഈ ഹെർബ് എന്ന് പറഞ്ഞാൽ അതിന്റെ സ്റ്റെമ്മിന് കട്ടി കുറവായിരിക്കും. അങ്ങനെ കട്ടി കുറവാകുന്നതാണ് നമ്മൾ ഹെർബ്സ് എന്ന് പറയുക. ഷ്രബ്സ് എന്ന് പറഞ്ഞാലും ചെറിയ പ്ലാന്റ് തന്നെയാണ്, പക്ഷെ അതിന്റെ സ്റ്റെമ്മിന് കുറച്ചും കൂടെ കട്ടി ഉണ്ടാവും. അതാണ് ഇവർ തമ്മിലുള്ള ഡിഫറൻസ്. അപ്പൊ ഷ്രബ്സ് ഉണ്ടാവും, ഹെർബ്സ് ഉണ്ടാവും, ട്രീസ് ഉണ്ടാവും. മാത്രമാണോ, ഈ മരങ്ങളിലൊക്കെ ഇതേപോലെ ചുറ്റി എന്ത് കാണും, നമ്മുടെ മുല്ല പോലെയൊക്കെയുള്ള ക്ലൈംബേഴ്സ് ഉണ്ടാവും അല്ലെ. അപ്പൊ എന്തുണ്ടാവും, നമുക്ക് ക്ലൈംബേഴ്സ് ഉണ്ടാവും. കഴിഞ്ഞോ? ഇല്ല, നമ്മുടെ ഇതേപോലെ നമ്മുടെ ഈ ഒരു ഗ്രൗണ്ടിൽ ഇതേപോലെ ക്രീപ്പ് ചെയ്ത് എന്ത് കാണും, ക്രീപ്പേഴ്സ് ഉണ്ടാവും അല്ലെ, ക്രീപ്പേഴ്സ് ഉണ്ടാവും. അപ്പൊ ഇതേപോലെ ട്രീസും ഹെർബ്സും ഷ്രബ്സും ക്ലൈംബേഴ്സും ക്രീപ്പേഴ്സും അങ്ങനെ പല രീതിയിലുള്ള ആൾക്കാരെ, പല രീതിയിലുള്ള പ്ലാന്റ്സിനെ നമുക്ക് കാണാൻ പറ്റും അല്ലെ. അപ്പോ ഈ പ്ലാന്റ്സിനെ കൊണ്ട് എന്തൊക്കെ യൂസ്ഫുൾ ഉണ്ട് അല്ലെ, എന്തൊക്കെയാണ് അതിന്റെ ബെനിഫിറ്റ്സ്? നമുക്കറിയാം, നമുക്ക് വേണ്ടിയിട്ട് ആഹാരം അല്ലെ. നമ്മൾ ഈ പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഓട്ടോട്രോപ്സ് എന്നാ പറയുക അല്ലെ. എന്താണ് ഓട്ടോട്രോപ്സ്? ഓക്കെ, ഓട്ടോട്രോപ്സ് എന്താണ് മക്കളെ ഓട്ടോട്രോപ്സ് എന്ന് പറഞ്ഞാൽ?
ഓട്ടോ എന്ന് പറഞ്ഞാൽ എന്താണ്? സെൽഫ് അല്ലെ, സ്വയം. ട്രോഫോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നറിഷ്മെന്റ് അല്ലെ, തനിയെ നറിഷ്മെന്റ്. അതായത് തനിയെ ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണ് ആര്? നമ്മൾ ഈ പ്ലാന്റ്സ് എന്ന് പറയുന്നത്. നമുക്ക് തനിയെ ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ പറ്റും? ഇല്ല അല്ലെ. ഈ പ്ലാന്റ്സിന് എന്ത് ചെയ്യാൻ പറ്റും? തനിയെ ഫുഡ്. നമുക്കിപ്പോ ആലോചിച്ച് നോക്കിയാൽ നമുക്ക് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ഇതൊക്കെ എവിടുന്നാണ്? നമുക്ക് പ്ലാന്റ്സിൽ നിന്നാണ് ലഭിക്കുന്നത് അല്ലെ. അപ്പൊ തനിയെ ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന, സെൽഫ് ന്യൂട്രീഷൻ സാധിക്കുന്ന ആൾക്കാരാണ് ആര്? നമ്മുടെ ഈ പ്ലാന്റ്സ്. അതുകൊണ്ടാണ് നമ്മൾ ഗ്രീൻ പ്ലാന്റ്സിനെ നമ്മൾ ഓട്ടോട്രോപ്സ് എന്ന് വിളിക്കുന്നത്. അപ്പൊ നമുക്ക് ഇവർ എന്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെ. പ്രൊവൈഡ്സ് ഫുഡ്. നമുക്ക് ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞു? അത് മാത്രമാണോ? അല്ല, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് എന്താണ്? നമുക്ക് ശ്വസിക്കണം അല്ലെ. നമുക്ക് ശ്വസിക്കാൻ വേണ്ടിയിട്ട് ഓക്സിജൻ പ്രൊവൈഡ് ചെയ്യുന്ന ആരാണ്? യെസ്, അതും നമ്മുടെ ഈ പ്ലാന്റ്സ് ആണ്. അപ്പൊ നമുക്ക് ആഹാരം തരുന്നുണ്ട്, നമുക്ക് ശ്വസിക്കാനുള്ള വായു തരുന്നുണ്ട്. മാത്രമല്ല, നമ്മളൊരു മരം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എത്രയധികം ഇൻസെക്ട്സ് ഉണ്ടാവും അല്ലെ. ചിലപ്പോൾ സ്പൈഡേഴ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ ഉറുമ്പുകൾ ഉണ്ടാവും, അതുപോലെ ചെറിയ ചെറിയ ഇൻസെക്ട്സ് ഉണ്ടാവും. മാത്രമല്ല, മരങ്ങളിൽ കൂടുകൂട്ടി കുറെ പക്ഷികൾ ഉണ്ടാവും. ആ കൂടുകൂട്ടി അത് മുട്ട വിരിഞ്ഞ് അത് ചെറിയ പക്ഷി കുഞ്ഞുങ്ങളായി അവര് പറക്കാൻ ആവുന്നത് വരെ, അതിനുള്ള പ്രാപ്തി ആവുന്നതും വരെ എവിടെയായിരിക്കും? ഈ ഒരു മരത്തിലായിരിക്കും കാണാം. അപ്പൊ ഒത്തിരി ഓർഗാനിസംസിന് ഷെൽട്ടർ, അതുപോലെ തന്നെ അവർക്ക് ഒരു ഷെൽട്ടറും അല്ലെങ്കിൽ താമസ സ്ഥലമൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് ആരായിരിക്കും? ഈ പ്ലാന്റ്സ് ആയിരിക്കും. മാത്രമാണോ? ക്ലൈമറ്റിന് അല്ലെ. നമ്മുടെ ഇപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മളിപ്പോ കൊച്ചി പോലുള്ള മെട്രോ സ്ഥലങ്ങളിലൊക്കെ ചെന്നു, അവിടെ ഒരു ട്രാഫിക്കിലൊക്കെ ചെന്ന് പെട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഭയങ്കര ചൂടായിരിക്കും അല്ലെ. അപ്പൊ ആ ഒരു ചൂടത്ത് ഒരു മരത്തിന്റെ തണലുണ്ടായിരുന്നുണ്ടെങ്കിൽ നമുക്ക് കുറെ ആശ്വാസമാണ് അല്ലെ. നമ്മൾ അതേ സമയം നമ്മൾ ഒരു ഫോറസ്റ്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എന്താ? നല്ല ഫ്രഷ് എയർ, നല്ല ശുദ്ധവായു, നല്ല തണുപ്പൊക്കെയാണ്. അപ്പൊ നമുക്ക് മനസ്സിലാവും പ്ലാന്റ്സിന് എത്രത്തോളം ക്ലൈമറ്റിനെ അല്ലെ, ആ ഒരു ക്ലൈമാറ്റിക് ചേഞ്ചിനെ എത്രത്തോളം സ്വാധീനിക്കാൻ നമ്മുടെ പ്ലാന്റ്സിന് പറ്റുമെന്ന്. അപ്പൊ പ്ലാന്റ്സിനെ കൊണ്ട് കുറെ പ്രയോജനങ്ങളുണ്ട്. നമ്മൾ പറഞ്ഞു എന്തൊക്കെയാണ്? പ്രൊവൈഡ് ഫുഡ്. നമുക്ക് അത് ഓട്ടോട്രോപ്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഫ്രൂട്ട്സും വെജിറ്റബിൾസും അതുപോലെയുള്ള ഫുഡ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്? നമ്മുടെ ഈ പ്ലാന്റ്സ് ആണ്. അതുപോലെ തന്നെ ഈ പ്രൊവൈഡ് ഓക്സിജൻ, നമുക്ക് വേണ്ട ഓക്സിജൻ പ്രൊവൈഡ് ചെയ്യുന്ന ആരാണ്? നമ്മുടെ ഈ പ്ലാന്റ്സ് ആണ്. കഴിഞ്ഞിട്ടില്ല, നമുക്ക് കുറേ ഓർഗാനിസംസിന് ഷെൽട്ടർ പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്? ഈ പ്ലാന്റ്സ് ആണ്. പിന്നെ എന്താണ്? നമ്മുടെ ഈ ക്ലൈമറ്റ് ചേഞ്ച് ഒക്കെ റെഗുലേറ്റ് ചെയ്യാനും പ്ലാന്റ്സിന് വളരെ വലിയ പങ്കുണ്ട്. ഇതും കഴിഞ്ഞിട്ടില്ല, ഒത്തിരി ഉണ്ട്. നമ്മൾ പ്ലാന്റ്സിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ അതോരാതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാനും മാത്രമുണ്ട്. അപ്പൊ ഈ പ്ലാന്റ്സിന്, ഒരു പ്ലാന്റിനെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എന്തൊക്കെ കാണാൻ പറ്റും ഒരു പ്ലാന്റില്? അതിന് ഇലകളുണ്ട് അല്ലെ, ലീഫ് ഉണ്ട്, അതിന് ഇലകളുണ്ട്, പിന്നെന്തുണ്ട്? അതിന് സ്റ്റെം ഉണ്ട് അല്ലെ, അതിനെന്താ? സ്റ്റെം ഉണ്ട്. പിന്നെ അതിനെന്താ? വേരുകളുണ്ട്, റൂട്ട്സ് ഉണ്ട്. പിന്നെ അതിനെന്താ? ഫ്രൂട്ട് ഉണ്ട്, അതിന് ഫ്ലവേഴ്സ് ഉണ്ട്. ഇത്രയും സാധനങ്ങളാണ് ഒരു പ്ലാന്റിൽ ഉണ്ടാവുക. അപ്പൊ ഇത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. എന്താ നോക്കിക്കേ, നമ്മുടെ ഗ്രൗണ്ടിന് മേളിലുള്ളത്, ഓക്കെ, എബോവ് ദ ഗ്രൗണ്ട്. എബോവ് ദ ഗ്രൗണ്ട്, ഗ്രൗണ്ടിന് മേളില് എന്തൊക്കെ ഭാഗങ്ങളുണ്ട്? നമ്മൾ ഈ പറഞ്ഞ പോലെ ലീഫ്, നമ്മുടെ ഫ്രൂട്ട്, നമ്മുടെ ഫ്ലവർ, നമ്മുടെ സ്റ്റെം ഒക്കെ എന്താണ്? ഗ്രൗണ്ടിന് മേളിൽ കാണുന്ന ഭാഗമാണ് അല്ലെ. അതേപോലെ ഗ്രൗണ്ടിന് താഴേക്ക് അണ്ടർഗ്രൗണ്ട്, ഓക്കെ, അണ്ടർഗ്രൗണ്ടിൽ എന്ത് കാണും? നമ്മുടെ റൂട്ട്സ് കാണും. അപ്പൊ ഈ ഗ്രൗണ്ടിന് മേളിലേക്ക് കാണുന്ന ഈ ഭാഗങ്ങളെയാണ് നമ്മൾ ഷൂട്ട് സിസ്റ്റം എന്ന് പറയുക. ഇതിനെ നമുക്ക് എന്ത് പറയാം? ഷൂട്ട് സിസ്റ്റം. ഈ ഭാഗത്തിനെ നമുക്ക് ഷൂട്ട് സിസ്റ്റം എന്ന് പറയാം. ഈ താഴെയുള്ള ഭാഗത്തിനെ നമുക്ക് എന്ത് പറയാം? റൂട്ട് സിസ്റ്റം എന്ന് പറയാം. ഓക്കെ, അപ്പൊ നമുക്ക് ഷൂട്ട് സിസ്റ്റവും ഉണ്ട്, റൂട്ട് സിസ്റ്റവും ഉണ്ട്. അപ്പൊ ഇതിൽ തന്നെ നമുക്ക് ഈ ഒരു റൂട്ട് സിസ്റ്റത്തിനെ പറ്റിയിട്ട്, ഈ വേരിനെ പറ്റിയിട്ട് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കിക്കളയാം. എന്താണ് ഈ വേരിൽ ഉണ്ടാവുക? എന്താണ് ഈ വേരിന്റെ ഫംഗ്ഷൻ? എന്താണ് എന്താ മക്കളെ ഈ വേരിന്റെ ഫംഗ്ഷൻ? അതിനെ നമ്മുടെ ഈ പ്ലാന്റിനെ ഗ്രൗണ്ടിലേക്ക് ഫിക്സ് ചെയ്ത് നിർത്തുന്ന ആരാണ്? നമ്മുടെ ഈ റൂട്ട്സ് ആണ് അല്ലെ. ഈ റൂട്ട് ഇല്ലായിരുന്നുണ്ടെങ്കിൽ ഈ പ്ലാന്റിനെ വേരിൽ അല്ലെങ്കിൽ ഈ ഒരു ഗ്രൗണ്ടിൽ ഇങ്ങനെ ഫിക്സ് ചെയ്ത് നിൽക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമ്മൾക്ക് ഗ്രൗണ്ടില് നമ്മൾ ഈ പ്ലാന്റ്സിനെ ഫിക്സ് ചെയ്ത് നിർത്തുന്നു. എന്താണ്? പ്രൊവൈഡ് ആങ്കറേജ്. എന്ത് വേർഡാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്? അതിനെ ആങ്കറേജ് പ്രൊവൈഡ് ചെയ്യുന്ന ആരാണ്? നമ്മുടെ ഈ റൂട്ട്സ് ആണ്. മാത്രമാണോ? കഴിഞ്ഞു? ഇല്ല. ഈ സോയിലുള്ള ന്യൂട്രിയൻസും അതുപോലെയുള്ള വാട്ടറും നമ്മുടെ ഈ റൂട്ട്സ് ആണ് അബ്സോർബ് ചെയ്ത് നമ്മുടെ പ്ലാന്റ്സിന്റെ സ്റ്റെമ്മിലേക്കും അതിന്റെ ലീവ്സിലേക്കും അതിന്റെ വിവിധ ബോഡി പാർട്സിലേക്കും എത്തിക്കുന്നത് അല്ലെ. അപ്പോ മിനറൽസും അല്ലെങ്കിൽ വാട്ടറും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? അത് ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ പ്ലാന്റ്സിന്റെ പല ഭാഗത്തേക്കും അത് അബ്സോർബ് ചെയ്ത് എത്തിക്കുന്ന ആരാണ്? നമ്മൾ ഈ പറഞ്ഞ റൂട്ട്സ് ആണ്. അപ്പൊ റൂട്ട്സിന്റെ ഫങ്ഷൻസ് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും മകളെ?
എന്താ പറയാൻ പറ്റും, പ്രൊവൈഡ്സ് ആങ്കറേജ് അല്ലെ. നമ്മൾ അവിടെ ഫിക്സ് ചെയ്ത് നിർത്തുന്നത്, റൂട്ട്സ് ആണ് ഈ പ്ലാന്റിനെ ഫിക്സ് ചെയ്ത് നിർത്തുന്നത്. അതുകൊണ്ട് തന്നെ ആങ്കറേജ് പ്രൊവൈഡ് ചെയ്യുന്ന ആരാണ്, നമ്മുടെ ഈ റൂട്ട്സ് ആണ്. അതുപോലെ തന്നെ അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ആൻഡ് മിനറൽസ്, വാട്ടറിന്റെയും മിനറൽസിനെയും ഒക്കെ അബ്സോർബ് ചെയ്ത് പ്ലാന്റ്സിന്റെ എല്ലാ ഭാഗത്തേക്കും എത്തിക്കുന്നത് ആരാണ്, നമ്മുടെ ഈ റൂട്ട്സ് ആണ്. ചില്ലറക്കാരനല്ല നമ്മുടെ ഈ റൂട്ട് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഈ റൂട്ട് തന്നെ നമ്മളൊന്ന് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ മിസ് ഇതാ ഇവിടെ 2 പിക്ചർ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഒന്ന് നമ്മുടെ ടൊമാറ്റോ, തക്കാളി. ഓക്കെ, ടൊമാറ്റോ ആണിത്. പിന്നെ ഇതാണ് നമ്മുടെ ഒരു റൈസ് പ്ലാന്റ് ഉണ്ട് കേട്ടോ, നമ്മുടെ ഒരു റൈസും ഉണ്ട്. അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും റൂട്ടിലേക്ക് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കാം. ഇവിടെ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാല് തക്കാളിക്ക് നമുക്ക് എന്ത് കാണാൻ പറ്റും, ഇവിടെ ഒരു മെയിൻ റൂട്ട് ഉണ്ട് അല്ലെ, ഒരു വലിയ റൂട്ടുണ്ട്. അതിൽ നിന്ന് ചെറിയ സെക്കൻഡറി ആയിട്ടുള്ള റൂട്ട്സ് വരുന്നുണ്ട്. അതിൽ നിന്ന് ടെറിഷറി ആയിട്ടുള്ള റൂട്ട്സ്, ആ റൂട്ടിൽ നിന്ന് ടെറിഷറി ആയിട്ടുള്ള വേറെ ചില റൂട്ട്സും വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ വലിയൊരു റൂട്ടുണ്ട്. ആ വലിയ റൂട്ടിനെ നമുക്കൊരു ഓമയ പേരിട്ട് വിളിക്കാം. എന്താണ് ഇതിനെ നമുക്ക് ടാപ്പ് റൂട്ട് എന്ന് വിളിക്കാം. വലിയ റൂട്ടിനെ നമുക്ക് എന്ത് വിളിക്കാം, ടാപ്പ് റൂട്ട് എന്ന് വിളിക്കാം. ആ വലിയ റൂട്ടിൽ നിന്ന് വേറെ സെക്കൻഡറി ആയിട്ട് ചെറിയ ചെറിയ റൂട്ട്സ് വരുന്നുണ്ട് അല്ലെ, സെക്കൻഡറി ടെറിഷറി ആയിട്ടൊക്കെ റൂട്ട്സ് വരുന്നുണ്ട്. അതിനെ നമുക്ക് ലാറ്ററൽ റൂട്ട്സ് എന്ന് വിളിക്കാം. എന്ത് വിളിക്കാം, ലാറ്ററൽ. ഓക്കെ, അതിനെ നമുക്ക് ലാറ്ററൽ റൂട്ട്സ് എന്ന് വിളിക്കാം. അപ്പൊ എന്തുണ്ട്, ടാപ്പ് റൂട്ടും ഉണ്ട്, അതുപോലെ തന്നെ അതിൽ നിന്ന് വരുന്ന ലാറ്ററൽ റൂട്ട്സും ഉണ്ട്. വലിയൊരു ടാപ്പ് റൂട്ട് ഉണ്ട് കേട്ടോ, വലിയൊരു ടാപ്പ് റൂട്ട് ഉണ്ട്, അതിൽ നിന്ന് ചെറിയ ചെറിയ ലാറ്ററൽ റൂട്ട്സ് ഉണ്ട്. ഇതാണ് നമ്മൾ തക്കാളി ചെടിയിൽ കാണുന്നത്. ഇനി ഇപ്പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ, റൈസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാൻ പറ്റും, ഇവിടെ ഒരേപോലെ അല്ലെ, ഒരേപോലെയുള്ള കുറേ റൂട്ട്സ്, ചെറിയ ചെറിയ ഫൈബേഴ്സ്, ചെറിയ ചെറിയ നാരുകൾ പോലെയുള്ള ഒരേപോലെയുള്ള റൂട്ട്സ് ആണ് ഇവിടെ കാണുന്നത്. ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം, ഫൈബ്രസ് റൂട്ട് സിസ്റ്റം. ഓക്കെ, ഇതിനെ നമുക്ക് ഫൈബ്രസ് റൂട്ട് എന്ന് വിളിക്കാം. അപ്പൊ നമുക്ക് മനസ്സിലായി 2 തരത്തിലുള്ള റൂട്ട്സ് ഉണ്ട്. എന്താണ്, ഒരു വലിയ റൂട്ടും ഒരു ടാപ്പ് റൂട്ടും, അതിൽ നിന്ന് ചെറിയ ചെറിയ സെക്കൻഡറി ആയിട്ടുള്ള ലാറ്ററൽ റൂട്ട്സും വരുന്നുണ്ട്. അതേപോലെ തന്നെ റൈസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ, റൈസ് വീട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരേ വലുപ്പത്തിലുള്ള സിമിലർ ആയിട്ടുള്ള റൂട്ട്സ് ആണ് കാണുന്നത്. അതിനെ നമുക്ക് ഫൈബ്രസ് റൂട്ട്സ് എന്ന് വിളിക്കാം. അപ്പോൾ ടാപ്പ് റൂട്ടും ഉണ്ട്, ഫൈബ്രസ് റൂട്ടും ഉണ്ട്. നിങ്ങളൊന്ന് സൂക്ഷിച്ചു നോക്കിക്കേ, ഇവിടെ ടാപ്പ് റൂട്ടിൽ ഒരു വലിയ വേരും അതിൽ നിന്ന് ലാറ്ററൽ റൂട്ട്സും, ഒരു വലിയ ടാപ്പ് റൂട്ടും അതിൽ നിന്ന് ചെറിയ ചെറിയ ലാറ്ററൽ ആയിട്ടുള്ള റൂട്ട്സും വരുന്നു. ഇതിനെയാണ് നമ്മൾ ടാപ്പ് റൂട്ട് എന്ന് വിളിക്കുക. അതേപോലെ ഫൈബ്രസ് റൂട്ട്സിൽ സിമിലർ ആയിട്ടുള്ള ഒരേപോലെയുള്ള റൂട്ട്സ് ആണ്, സിമിലർ ആയിട്ടുള്ള റൂട്ട്സ് ആണ് ഉണ്ടാവുക. അപ്പൊ ഇതിനെയാണ് നമ്മൾ ഫൈബ്രസ് റൂട്ട് സിസ്റ്റം എന്ന് വിളിക്കുക. അപ്പൊ റൂട്ട്സ് തന്നെ 2 ടൈപ്പ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. വലിയൊരു റൂട്ടും വലിയൊരു ടാപ്പ് റൂട്ടും അതിൽ നിന്നുള്ള ലാറ്ററൽ റൂട്ട്സും, അതിനെ നമ്മൾ ടാപ്പ് റൂട്ട് എന്ന് വിളിച്ചു. ഒരേപോലെയുള്ള സിമിലർ ആയിട്ടുള്ള റൂട്ട്സിനെ നമ്മൾ എന്ത് വിളിച്ചു, ഫൈബ്രസ് റൂട്ട് എന്ന് വിളിച്ചു അല്ലെ. സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലായി എന്താണ് ഫൈബ്രസ് റൂട്ട്. മെയിൻ റൂട്ട്സ് അല്ലെ, ഒരു റൂട്ടിൽ നിന്ന് ഒരു മെയിൻ റൂട്ട് ഉണ്ട്, ആ മെയിൻ റൂട്ടിനെ നമ്മൾ ടാപ്പ് റൂട്ട് എന്ന് വിളിച്ചു. ഫൈബ്രസ് റൂട്ട് സിസ്റ്റത്തിൽ ഒരു വലിയ മെയിൻ റൂട്ടിൽ നിന്ന് ചെറിയ ചെറിയ ലാറ്ററൽ ആയിട്ടുള്ള റൂട്ട്സ് ആണ് വരുന്നത് അല്ലെ. സ്മോളർ റൂട്ട്സിനെ നമുക്ക് എന്ത് വിളിക്കാം, ലാറ്ററൽ റൂട്ട്സ് എന്ന് വിളിക്കാം. അപ്പൊ ഇതിനെയാണ് നമ്മൾ ടാപ്പ് റൂട്ട് സിസ്റ്റം എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇതിനെ എന്താ വിളിക്കുക, ടാപ്പ് റൂട്ട് സിസ്റ്റം എന്നാണ് നമ്മൾ വിളിക്കുക. അതേപോലെ ഒരു സിമിലർ ആയിട്ടുള്ള ഒരേപോലെയുള്ള വേരുകളാണ് വരുന്നതെങ്കിൽ നമ്മൾ അതിനെ എന്ത് വിളിക്കും, ഫൈബ്രസ് റൂട്ട് സിസ്റ്റം എന്ന് വിളിക്കും. അതിനൊരു മെയിൻ റൂട്ട് ഇല്ല, എല്ലാ റൂട്ട്സും എന്തായിരിക്കും, സിമിലർ ആയിരിക്കും. ഓക്കെ, അപ്പൊ ടാപ്പ് റൂട്ട് എന്താണ്, ഫൈബ്രസ് റൂട്ട് സിസ്റ്റം എന്താണ് എന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായി. വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക് ആണ് അല്ലെ. അപ്പൊ ഇതേപോലെ നമ്മുടെ ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബാക്കിയുള്ള ടോപ്പിക്സ് ഒക്കെ വളരെ സിമ്പിൾ ആയിട്ട് നമ്മുടെ ഈ ചാനലിൽ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ നിങ്ങളുടെ മാക്സിമം ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്യുക. ആൻഡ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലും നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പൊ ഇതേപോലെയുള്ള വീഡിയോസ് ആയിട്ട് ഇനി നമുക്ക് കാണാം. അതൊരു ബൈ ബൈ.